അല്ല കേശട്ടാ, രണ്ടാൾക്കാർ തമ്മിൽ ഡിവോഴ്സ് ആയിരിക്കുമ്പോഴേ ഒരാൾ മറ്റൊരാൾക്ക് എന്തോ കൊടുക്കുമല്ലോ. ശാപമാണോ? ശാപമല്ല, അത് മനസ്സുകൊണ്ട് കൊടുക്കുന്നതല്ലേ. അതല്ല, ജീവാംശോ എന്തോന്ന്, ജീവനാംശം. അത് തന്നെ. ചേച്ചിക്ക് അത് കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരണം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പാവം കൊച്ചേച്ചി, കിട്ടുവാണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. അല്ല, കിട്ടും, സാധനം കിട്ടും, അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കണം. പാവം കൊച്ചി കണ്ടിട്ടില്ല. കിട്ടുവാണെങ്കിൽ മേടിച്ചു വെച്ചേക്കണേ, ഇവിടുന്ന് എന്തായാലും അടിച്ചിറക്കും. അതുകൊണ്ട് വെള്ളം കുടിച്ച് ജീവിക്കണ്ടേ. ആ വാസിയ, എന്തോടെ നോക്കി പഠിപ്പിക്കുന്നേ? കൊച്ചിന്റെ പോകണം എനിക്ക് കാണാൻ പറ്റാത്ത, അറിയാമോ? അത് വെയിലത്തുനിന്ന് വന്നോണ്ടേ കണ്ണിൽ ഇരുട്ട് കയറിയതാ. പിന്നെ വേറെ ഒന്നും പറയല്ല, കൊച്ചുകുട്ടിയാണ് പറഞ്ഞുകൂടെ എങ്കിലും പറയണം. ഒരു 3 വർഷത്തേക്ക് ഈ കൊച്ചിന്റെ വാ ഒന്ന് തുന്നി കെട്ടി വെക്കാൻ പറ്റുമോ? അത് കഴിയുമ്പോൾ നമുക്ക് പൊളിച്ചു വിടാം. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് കുഴപ്പമെങ്കിൽ പിന്നെ നമുക്ക് അടച്ചു വെക്കാം. എന്ത് പറയുന്നത്? പുഷ്പലതാന്റെ കാണുമ്പോ വാസം കണ്ട വാ തുന്നി കെട്ടിയതുപോലെ ആയിരിക്കും. എന്താണ് എല്ലാവരെയും മുഖത്തൊരു മളാനതാ? ലച്ചുവേ, മുഖത്തോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇതുപോലെ കൂടി നിൽക്കുമ്പോഴേ പലരും പലതും പറഞ്ഞു തരും, അതൊന്നും കേൾക്കല്ലേ. മക്കളെ ലച്ചു, നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ആ ജീവിതം തറയിട്ട് ഉടച്ചു കളയല്ലേ എൻ്റെ പൊന്നു ലച്ചു. എൻ്റെ പൊന്നു ലച്ചു, ഞാൻ കാല് പിടിക്കാൻ നിന്റെ. ദാസി, നീ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യമൊന്നുമല്ല. നീ ഇതാരോടും പറഞ്ഞു നടക്കാൻ പോവല്ലേ. ഇവിടെ എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം കേട്ടാ. മാമി, ഞാനൊരു കാര്യം പറയട്ടാ. ബാലു ഇവിടെ ഇല്ല, എൻ്റെ ചെറുക്ക ഇവിടെ ഇല്ല, അറിയാല്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാണ്. മാമിക്ക് പലതും പറയാം, മാമിക്ക് വായിത്തോണെന്ന് വിളിച്ച് പറയാം. പിള്ളേരെ ജീവിതമാണ്. മാമിയുടെ ഒരു ധാരണയുണ്ട് മാമിക്ക്, മാമി വലിയ കുടുംബത്തിലെ ആളാണെന്ന്. സത്യം പറഞ്ഞാൽ ഈ ചോനത്തരക്കാരെ അഹങ്കാരം അഹന്ത എല്ലാം മാമിയുടെ കയ്യിലുണ്ട്. അതും വെച്ചോണ്ട് ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കല്ലേ, സിദ്ധുവിനെ വിട്, നമുക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന്. കൊച്ചിൻ്റെ ജീവിതം വഴിയാതാരായി പോകും. ഞാൻ മാമിയുടെ കാര്യം വേണമെങ്കിൽ പിടിക്കാം, മാമിയുടെ കാര്യം വേണമെങ്കിൽ പിടിക്കാം. മാമി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേക്കി. മാമി ഇതാ ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് മാമി. മാമി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? മാമിക്ക് അവിടെ നിന്നൂടെ, പടവലത്ത് നിന്നൂടെ? അവിടെ നിന്ന് രാമനാമം ജപിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ ആ കളവൻ അല്ല കുട്ടമുള്ള മാമന് കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കാം. അങ്ങനെ നോക്കേണ്ട സമയത്ത് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടാ? വന്ന് നിന്നിട്ട് നിങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം നല്ലതുപോലെ വേണം. ഇത് കേട്ടോണ്ടല്ലേ പിള്ളേർ കിടന്ന് എടുത്ത് ചാടുന്നത്. എടുത്ത് ചാട്ടാൻ പാടില്ല. കുടുംബത്തിന്റെ അഹങ്കാരം നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതി. അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പുതിയ ജീവിതമാണ്. നിങ്ങൾക്ക് പടവലത്ത് സ്ഥലവും എല്ലാം ഉണ്ട്. നിങ്ങൾ ഈ പിള്ളേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാ? ബാലുവിന് എഴുതി കൊടുത്തിട്ടുണ്ടാ? നീരുവിന് എഴുതി കൊടുത്തിട്ടുണ്ടാ? ഈ കുട്ടികൾ വാടക വീട്ടിൽ വഴിയാധാരം പോലെ കിടക്കല്ലേ? ഇതിനൊക്കെ ആര് അവരോട് പറയും? മാമി പറയൂ, പറയണം. എന്റെ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നേന്നോ? ഒരു വലിയ അങ്കിള് വന്നേക്കുന്നു. എടാ, നിന്റെ ഭാര്യ എവിടാടാ? എവിടെ നിന്റെ ഭാര്യ? ഭാര്യ വള്ളർത്തും കൊണ്ട് കളഞ്ഞു ഇവിടെ ഉപദേശിക്കാൻ വന്നേക്കുന്നു. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ഇവിടെ ഇറങ്ങി പൊക്കണം കേട്ടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ ആരാണോ നിന്റെ വിചാരം? എന്താ നിന്റെ നാ ഇറങ്ങിപ്പോയോ? മാമി, എന്തുവാ മാമി, പറ. ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതമാണ്. വളർന്നു പറഞ്ഞ കൊച്ചാണ്, എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചാണ്. നിങ്ങൾ പിടിച്ച് നേരത്തെ കെട്ടിച്ചു വെച്ച്, അതിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇപ്പോഴും എന്നെ അന്യനെ പോലെ കാണുന്നതല്ലേ? ഞാൻ ഇതാണ് പറഞ്ഞത്. മാമിക്ക് അഹന്തയുണ്ട്, അഹങ്കാരമുണ്ട്. മാമി ആൾക്കാർ രണ്ടായിട്ട് വേദനിച്ച് കാണല്ലേ, പിള്ളേർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കി. ലച്ചു, നിന്റെ ഇഷ്ടം. പക്ഷേ നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇട്ട് പൊട്ടിക്കല്ലേ എൻ്റെ പൊന്നു ലച്ചു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ അല്ല, ഇപ്പൊ ഈ വർത്തമാനം കേട്ടായിരുന്നു രണ്ടായിട്ട് കണ്ടെന്ന്. ഇതിപ്പോ മാമി എന്നെ അടിക്കാൻ നിൽക്കുമ്പോഴാണല്ലോ. അടിക്കി മാമി, പിള്ളേരെ ജീവിതമാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ തൊഴുത് പറയാണ്. കുടുംബ കലക്കാനല്ല. മാമിയല്ലേ ഇപ്പൊ ഇറങ്ങി കൊച്ചിനടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് തെറ്റിക്കാൻ നിൽക്കുന്നത്. നേരായ വഴി പറഞ്ഞു കൊടുക്കും മാമി. ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ അന്യനാണോ? വർത്തമാനം കേട്ടപ്പോ അതല്ലേ തോന്നുന്നത്? ലച്ചു, നീ ഇത് കള, അടുത്തത് കെട്ട്. പിന്നെ അതും വേണ്ട, കള, അടുത്തത് കെട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.